ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻ ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2025 ഫെബ്രുവരി 21 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഫെബ്രുവരി മാസം ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സൊക്കെ മറ്റുള്ള വീഡിയോസിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഫാക്റ്റ് ആണ് ദില്ലിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഡൽഹിയിൽ വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് രേഖ ഗുപ്ത. ആരാണ്? രേഖ ഗുപ്ത. അവിടെ ഒരു ഉപമുഖ്യമന്ത്രിയും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പർവേഷ് വർമ്മ. ആരാണ്? പർവേഷ് വർമ്മ. ഉപമുഖ്യമന്ത്രി പർവേഷ് വർമ്മ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര്? രേഖ ഗുപ്ത. ഇതിനു മുമ്പ് 3 വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ നമ്മൾ അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യും. അടുത്ത കാര്യം, ഇദ്ദേഹത്തിൻ്റെ അതായത് രേഖ ഗുപ്തയുടെ മണ്ഡലം ഷാലിമാർ ബാഗ് മണ്ഡലമായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആര് ജയിച്ചിട്ടുള്ളത്? രേഖ ഗുപ്ത ജയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഡൽഹിയിലെ മുൻ വനിതാ മുഖ്യമന്ത്രിമാരുടെ പേരെന്ന് ഓർത്ത് വെച്ചോളൂ. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി. ആരൊക്കെയാ? സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി. 4ാമത്തെ ആരാ? രേഖ ഗുപ്ത. അതേപോലെ തന്നെ ഡൽഹിയിലെ സ്പീക്കറാണ് വിജേന്ദ്ര ഗുപ്ത. വിജേന്ദ്ര ഗുപ്തയാണ് ഇപ്പോൾ ഉള്ള സ്പീക്കർ. അടുത്ത ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. 2025 ബ്രിക്സിൻ്റെ 17ാമത് പതിപ്പാണ് നടക്കാൻ പോകുന്നത്. ആ 17ാമത് പതിപ്പിൻ്റെ വേദി ബ്രസീലിൻ്റെ തലസ്ഥാനമായിരുന്ന റിയോ ഡി ജനീറോ ആണ്. ബ്രസീലിൻ്റെ തലസ്ഥാനം ഇപ്പം ബ്രസീലിയാണ്. മുമ്പ് അത് ഏതായിരുന്നു? റിയോ ഡി ജനീറോ ആയിരുന്നു. അവിടെ വെച്ചിട്ട് 17ാമത് ബ്രിക്സ് നടക്കും. ഓക്കെ. നെക്സ്റ്റ് അടുത്ത കാര്യം, 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുതിർന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹമായ ആപ്പിളിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറുമായിരുന്ന വ്യക്തി അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് RM വാസകം. എന്താ പേര്? RM വാസകം. അദ്ദേഹമായിരുന്നു ആദ്യ ഉപഗ്രഹമായിരുന്ന, അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹമായിരുന്ന ആപ്പിളിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ. ഓക്കെ, ഒരു സ്റ്റാറ്റിക് GK മനസ്സിലാക്കി വെച്ചോളൂ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹം അതേതാ? ആപ്പിളാണ്. ഓക്കെ, അതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറായിരുന്നു ആര്? RM വാസകം. പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ച് കൊണ്ട് നൂതനമായ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് അതാണ് കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ. എന്താണ്? കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ. അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കെട്ടിക് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആലോചിച്ച് വെച്ചോളൂ അങ്ങനെയൊരു പദ്ധതിയുടെ പേര് കെട്ടിക്. നെക്സ്റ്റ് ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തതായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഇന്ത്യയുമായുള്ള നയതന്ത്രം സ്ഥാപിച്ചതിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2025 ഫെബ്രുവരിയിൽ തമിഴ് കവിയും അതേപോലെ തന്നെ തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഏത്? ഫിലിപ്പൈൻസ് ആണ്. നെക്സ്റ്റ് അടുത്ത കാര്യം, ലോക ബാങ്ക് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ്. അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38ാം സ്ഥാനമാണ്. LPI അതായത് ലോക ബാങ്ക് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ്. ഇന്ത്യയുടെ സ്ഥാനം 28. അടുത്ത ന്യൂസ് ഒരു ദൂരദർശിനിയുടെ ന്യൂസാണ്. അതായത് നമ്മൾ ഐൻസ്റ്റീൻ വളയം എന്നൊരു ഫാക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് NGC 6505 എന്ന ഗാലക്സിക്ക് ചുറ്റുമുള്ള ഒരു അപൂർവ ഐൻസ്റ്റീൻ വളയം അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടെത്തിയ ദൂരദർശിനിയുടെ പേരാണ് യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനി. എന്താ പേര്? യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനി. നെക്സ്റ്റ് 2025 പാരാ ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. 6 സ്വർണം നേടിക്കൊണ്ട് പാരാ ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി. അടുത്ത ഫാക്റ്റ്, ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്ന്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ നൽകുക എന്നതാണ് അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. നെക്സ്റ്റ് ഒരു ഉത്സവത്തിൻ്റെ കാര്യമാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോത്രവർഗ ഉത്സവമായ നഗോബ ജാതര, ആ ഉത്സവം നടക്കുന്ന സംസ്ഥാനമാണ് തെലുങ്കാന. ഉത്സവത്തിൻ്റെ പേര് നഗോബ ജാതര. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗോത്രവർഗ ഉത്സവമാണ് ഇത്, നഗോബ ജാതര. തെലുങ്കാനയിലെ അദിലാബാദ് ജില്ലയിൽ കെസാപ്പൂർ ഗ്രാമത്തിൽ നടക്കുന്ന ഗോത്രോത്സവമാണ് ഏത്, നഗോബ ജാതര. അതേപോലെ തന്നെ ഓർത്ത് വെച്ചോളൂ, ഇത് ഗോണ്ട് ഗോത്രങ്ങളുടെ മെസാരം വംശജരാണ് ഇത് ആഘോഷിക്കുന്നത്. എവിടെയാണ്? ഗോണ്ട് ഗോത്രങ്ങളിലെ മെസാരം വംശജര്, അവരാണ് ഇത് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് ഒരു അവാർഡാണ് ജ്ഞാനപ്പാന പുരസ്കാരം, നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രൊഫസർ KP ശങ്കരൻ. എന്താണ് പേര്? പ്രൊഫസർ KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന. 2024 ജ്ഞാനപ്പാന ആർക്കായിരുന്നു? അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കായിരുന്നു. ഇതേപോലെ തന്നെ 2023 ജ്ഞാനപ്പാനയാണെങ്കിൽ അത് ലഭിച്ചിട്ടുള്ള വ്യക്തി V മധുസൂദനൻ നായരായിരുന്നു. അടുത്തൊരു അപ്പോയിൻമെൻ്റ് ആണ്. പ്രധാനമന്ത്രിയുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള മുൻ റിസർവ് ബാങ്ക് ഗവർണർ, അദ്ദേഹത്തിൻ്റെ പേരാണ് ശക്തികാന്ത് ദാസ്. അതായത് മനസ്സിലാക്കി വെക്കുക, നിലവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുണ്ട്. അദ്ദേഹത്തിന് പുറമെയാണ് ശക്തികാന്ത് ദാസ് 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ളത്. അടുത്ത ഫാക്റ്റ്, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ IWAI അതിൻ്റെ 6ാമത്തെ റീജിയണൽ ഓഫീസ് എവിടെ നിലവിൽ വരുന്നു എന്ന രീതിയിൽ ചോദിക്കാം. അത് വാരണാസിയിലാണ്, ഉത്തർപ്രദേശിലെ വാരണാസി. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ആസാമിലെ ഗുവാഹത്തി, ബീഹാറിലെ പാട്ന, കേരളത്തിലെ കൊച്ചി, ഒഡീഷയിലെ ഭുവനേശ്വർ, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, ഇവിടങ്ങളിലാണ് IWAIയുടെ മറ്റ് റീജിയണൽ ഓഫീസുകൾ. ഇപ്പം 6ാമതായിട്ട് എവിടെയും കൂടെ വന്നു, വാരണാസിയിലും കൂടെ വന്നു. വാരണാസി എവിടെയാ? ഉത്തർപ്രദേശിൽ. നെക്സ്റ്റ്, രാജ്യത്തെ ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിൽ നിന്നുള്ള 1.7 കോടിയോളം വരുന്ന കർഷകരെ സഹായിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും 2025-2026 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. എന്താണ്? പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. അടുത്തത് 200 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിക്കായി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി അടുത്തിടെ കരാറിൽ ഒപ്പിട്ട സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. ഏതാണ്? മധ്യപ്രദേശ്. അടുത്ത ന്യൂസ്, 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സാഗർ കവച് എന്ന സുരക്ഷാ അഭ്യാസം നടത്തിയ തീരദേശ സംസ്ഥാനം ഏതാണ്? അത് പശ്ചിമ ബംഗാൾ വെച്ചാണ് എന്ത് നടക്കുന്നത്? സാഗർ കവച് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോപോളിമർ പ്ലാന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ആദ്യത്തെ ബയോപോളിമർ പ്ലാന്റ്. അടുത്ത ഫാക്റ്റ്, 2025 ഫെബ്രുവരിയിൽ കിസാൻ സമ്മാൻ നിധി അതിന് എത്ര വർഷം പൂർത്തിയായി? അതായത് PM കിസാൻ എന്ന രീതിയിൽ കാണാം. ആ രീതിയിൽ എത്ര വർഷം പൂർത്തിയായെന്ന് ചോദിക്കുമ്പോൾ 6 വർഷം. 2019 ഇത് നിലവിൽ വരുന്നത് കേട്ടോ. അടുത്ത ന്യൂസ്, പ്രമേഹ രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യ നേത്ര പരിശോധന നടത്തുന്നതിനായുള്ള നയനാമൃതം പദ്ധതി 2.0 അല്ലെങ്കിൽ 2.0 ആരംഭിച്ച സംസ്ഥാനം ഏത്? അത് നമ്മുടെ കേരളമാണ്. നയനാമൃതം പദ്ധതി 2.0 ആരംഭിച്ച സംസ്ഥാനം ഏതാ? കേരളം. നെക്സ്റ്റ്, നിയന്ത്രണ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് അടുത്തിടെ RBI ഏത് ബാങ്കിനാണ് 39 ലക്ഷം രൂപ പിഴ ചുമത്തിയത് എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ സിറ്റി ബാങ്കിനാണ്. സിറ്റി ബാങ്കിന് 39 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. അടുത്ത ഫാക്റ്റ്, കാലാവസ്ഥാ വ്യതിയാനം, വനങ്ങൾ, പരിസ്ഥിതി, ജൈവ വൈവിധ്യം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആദ്യത്തെ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം അതാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഹരിത ബജറ്റ്. നെക്സ്റ്റ് ഒരു ടണലിൻ്റെ പേരാണ്.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജലസേചന തുരങ്കം, അതിൻ്റെ പേരാണ് ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ തുരങ്കം. സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജലസേചന തുരങ്കം ഏതാ? ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ തുരങ്കം. അടുത്ത ന്യൂസ്, ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ദേശീയ സൈനിക രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 25 ഫെബ്രുവരി 25 ബംഗ്ലാദേശ് എന്ത് ചെയ്തിട്ടുള്ളത്? രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ് ഒരു രോഗത്തിൻ്റെ കാര്യമാണ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാന പ്രവർത്തനം തകരാറിലാക്കുന്ന നാഡീസംബന്ധമായ അവസ്ഥയായ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യത്തെ മരണം അത് മൂവാറ്റുപുഴയിലാണ് നടന്നിട്ടുള്ളത്. അടുത്ത ന്യൂസ്, കർഷക ആത്മഹത്യ തടയുക എന്ന ലക്ഷ്യത്തിൽ വിളനാശം, കടബാധ്യത, വരൾച്ച തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് കർഷകരെ സഹായിക്കുന്നതിനായി രൂപീകരിച്ച സൂചികയുടെ പേര് അതാണ് ഫാമേഴ്സ് ഡിസ്ട്രക്സ് ഇൻഡെക്സ്. എന്താണ്? ഫാമേഴ്സ് ഡിസ്ട്രക്സ് ഇൻഡെക്സ്. സൂചികയ്ക്ക് 0 മുതൽ 1 വരെ മൂല്യങ്ങളുണ്ടായിരിക്കും. അതിൽ 0 മുതൽ 0.5 വരെ കുറഞ്ഞ ദുരിതം എന്ന രീതിയിലും 0.5 മുതൽ 0.7 വരെ മിതമായ ദുരന്തം എന്ന രീതിയിലും 0.7 മുകളിലുള്ളത് കടുത്ത ദുരിതം എന്ന രീതിയിലുമാണ് ആ സൂചിക ഉണ്ടാവുക. അടുത്ത ഫാക്റ്റ്, ലൈഫ് ഓൺ മാർസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ലൈഫ് ഓൺ മാർസ് നമിത ഗോഖലെ. എന്താ പേര്? നമിത ഗോഖലെ. നെക്സ്റ്റ് 2025 ഫെബ്രുവരിയിൽ ഉഡാൻ യാത്രി കഫേ ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെന്നൈയാണ്. ചെന്നൈയിലാണ് ഉഡാൻ യാത്രി കഫേ ഉദ്ഘാടനം ചെയ്തത്. അടുത്തൊരു പുസ്തകത്തിൻ്റെ പേരാണ് 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം പിടിച്ച കന്നഡ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും അഭിഭാഷകയുമായ ഭാനു മുസ്താഖിൻ്റെ ചെറുകഥാ സമാഹാരം. അതിൻ്റെ പേരാണ് ഹാർട്ട് ലാമ്പ്. എന്താണ്? ഹാർട്ട് ലാമ്പ്. ഹാർട്ട് ലാമ്പ് കന്നഡയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അത് ദീപ ബസ്തിയാണ്. ആരാണ്? ദീപ ബസ്തി. ആരുടെ ബുക്കാണ്? ഭാനു മുസ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. നെക്സ്റ്റ് ഒരു നിര്യാണ വാർത്തയാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ സംഗീതജ്ഞനും സരോദ് വാദകനുമായിരുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് കെൻ സുക്കർമൻ. എന്താണ്? കെൻ സുക്കർമൻ. അടുത്ത ന്യൂസ്, ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രഭാഗം സ്ഥിതി ചെയ്യുന്ന തമോഗർത്തത്തിൻ്റെ പേര് അതാണ് സജിറ്റേറിയസ് എ സ്റ്റാർ. എന്താണ്? സജിറ്റേറിയസ് എ സ്റ്റാർ. തമോഗർത്തത്തിൻ്റെ പേരാണെന്ത്? സജിറ്റേറിയസ് എ സ്റ്റാർ. അടുത്ത ഫാക്റ്റ്, അടുത്തിടെ ഏറ്റവും മികച്ച സുരക്ഷാ അവാർഡ് നേടിയ വിമാനത്താവളം അത് മനോഹർ വിമാനത്താവളമാണ്. മനോഹർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. അടുത്തത് ഒരു അഗ്നിപർവ്വത സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. 2025 ഫെബ്രുവരിയിൽ അസാധാരണമായി മീഥേൻ പുറത്തു വന്ന അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് എവിടെയാണ്? അത് വടക്കൻ എത്തോപ്യയിലെ അഗ്നിപർവ്വതമായ മൗണ്ട് ഫെൻഡേയിലാണ്. എവിടെയാണ്? മൗണ്ട് ഫെൻഡേൽ. അടുത്ത കാര്യം ഒരു അപ്പോയിൻമെൻ്റ് ആണ്. സെബിയുടെ പുതിയ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പേരാണ് തുഹിൻ കാന്ത പാണ്ഡെ. എന്താണ്? തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ ചെയർപേഴ്സൺ മാധവിപുരി ബുച്ചിൻ്റെ നിലവിലെ 3 വർഷത്തെ കാലാവധിക്ക് ശേഷമാണ് നിയമനം നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, സെബിയുടെ ആദ്യ വനിതാ മേധാവിയായിരുന്നു മാധവിപുരി ബുച്ച്. ഓക്കെ, ആ മാധവിപുരി ബുച്ചിന് ശേഷം പുതിയ ചെയർമാനായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. അടുത്ത പോയിന്റ്, കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ പേര് അതാണ് എൻപ്രൗഡ്. അതിൻ്റെ ഫുൾ ഫോം ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ്.
നെക്സ്റ്റ് AI യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര. നെക്സ്റ്റ് 70 വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനായി ആവിഷ്കരിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി, അതിൻ്റെ പേരാണ് ആയുഷ്മാൻ വയവന്ദൻ. ഏതാണ്? ആയുഷ്മാൻ വയവന്ദൻ. അടുത്ത ഫാക്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ പേര്, അതിൻ്റെ പേരാണ് എൻ്റെ ഭൂമി. എൻ്റെ ഭൂമിയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഡിജിറ്റൽ സർവേ പദ്ധതി. നെക്സ്റ്റ് ന്യൂസ്, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം 5ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ സ്ഥാനം, അത് തൊഴിലില്ലായ്മയിൽ 5ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അടുത്ത ഫാക്റ്റ്, നദീതീര പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനും നദികളെയും തണ്ണീർത്തടങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി പശ്ചിമ ബംഗാൾ സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര്, അതാണ് നോഡി ബന്ധൻ. എന്താണ്? നോഡി ബന്ധൻ. അടുത്തത്, IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം, അത് ഓസ്ട്രേലിയ ആണോ? കങ്കാരുവിൻ്റെ ജന്മദേശമൊക്കെ എവിടെ തന്നെയാണ്? ഓസ്ട്രേലിയ ആണ്. അവിടെയാണ് IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്ത ഫാക്റ്റ്, സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹകരണ വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്, അതാണ് അങ്ങാടി. അടുത്ത കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റി സോളാർ പവർ പ്ലാന്റ് എവിടെ വരുന്നു എന്ന രീതി ചോദിക്കാം. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് തിരുനെൽവേലിയിലാണ് നിലവിൽ വരുന്നത്, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ. അടുത്ത ഫാക്റ്റ്, 2025 ഫെബ്രുവരിയിലുണ്ടായ എർത്ത് കേക്ക് സ്വാം കാരണം ഏത് രാജ്യത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഗ്രീസിലാണ്. റീസെൻ്റായിട്ട് അടിയന്തരാവസ്ഥ എന്തിൻ്റെ ബേസിൽ? എർത്ത് കേക്ക് സ്വാമിൻ്റെ പേരിൽ. നെക്സ്റ്റ് ഫാക്റ്റ്, PM ആശാ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? PM ആശാ പദ്ധതി, അതിൻ്റെ ലക്ഷ്യമാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കലാണ്. നെക്സ്റ്റ്, ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ബംഗളൂരു ആണ്, അനന്തയാണ്. ബംഗളൂരിലെ അനന്ത. അടുത്ത ന്യൂസ്, ലോക മാതൃഭാഷാ ദിനത്തിനോടനുബന്ധിച്ച് മലയാള മിഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? അതാണ് മലയാൺ 2025. അടുത്ത ഫാക്റ്റ്, കേരളത്തിലെ ബിസിനസ് നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ പേര്, അതാണ് ഇൻവെസ്റ്റ് കേരള. എന്താണ്? ഇൻവെസ്റ്റ് കേരള. 23ാമത് ദേശീയ പാരാലിമ്പിക്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? അത് ഹരിയാനയാണ്. 23ാമത് ദേശീയ പാരാലിമ്പിക് അത്ലറ്റിക്കാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ കിരീടം നേടിയത് ആരാണ്? ഹരിയാനയാണ്. അതിൻ്റെ വേദി ചെന്നൈ ആയിരുന്നു. നെക്സ്റ്റ്, കേരള PSC മ്യൂസിയം എവിടെ നിലവിൽ വരുന്നു എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ അത് തുളസി ഹിൽസ് ആണ്. അത് പട്ടത്താണ് തുളസി ഹിൽസ്. അവിടെയാണ് കേരള PSC മ്യൂസിയം നിലവിൽ വരുന്നത്. നെക്സ്റ്റ്, ലിഥിയം പര്യവേക്ഷണത്തിനും ഖനനത്തിനും സഹകരണം ശക്തിപ്പെടുത്താനായി ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം, അതാണ് അർജന്റീന. ലിഥിയം പര്യവേഷണത്തിനും ഖനനത്തിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണാപത്രം ആരുമായിട്ടാ? അർജന്റീനയുമായിട്ട്. നെക്സ്റ്റ്, കേരള ഗവൺമെൻറ് വിവിധ ഏജൻസികൾ ചേർന്ന് നിർമ്മിച്ച വരൾച്ച ബാധിത മാപ്പിൽ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ ഉള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല ഏതാ? കാസർഗോഡ്. നെക്സ്റ്റ്, 72ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? തെലുങ്കാന. ഇതാണ് തെലുങ്കാന. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ?
അത് ഡാർജി സിംഗ് സൂ ആണ്. ഡാർജി സിംഗ് സൂ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. എന്താണ്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മാർച്ച് മാസത്തിലെ ഫാക്റ്റുകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.